കൊടുത്ത ഒരു മഹാമനുഷ്യൻ. ടൂറിസവും സിനിമയും സംഗീതവും ഫാഷൻ ഷോയും അതുപോലെ നൃത്തവും ഉൾപ്പെടെ ആധുനിക ലോക സംസ്കാരത്തിന്റെ മുഖമുദ്രകളായ മുഴുവൻ മേഖലകളിലും രാജ്യത്തിന്റെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ, പരിഷ്കരണങ്ങൾ, വളർച്ചകൾ, പുരോഗതികൾ, മാറ്റത്തിരുത്തലുകൾ, പുനർവിചിന്തനങ്ങൾ നടത്തിയ ഒരു രാഷ്ട്ര നേതാവ്. അദ്ദേഹത്തിന്റെ പേര് തീർച്ചയായിട്ടും ചരിത്രം രേഖപ്പെടുത്താതെ പോകില്ല. അങ്ങനെ പോകാൻ ചരിത്രത്തിന് സാധിക്കില്ല. യഹൂദി എന്ന് ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ പറഞ്ഞു. അദ്ദേഹം ജൂതനാണെന്ന് പറയുന്നു. അദ്ദേഹം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വന്ന മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നും പറയുന്നു. നമുക്കറിയാം, സൗദിക്കാർക്ക് സ്വപ്നതുല്യമായ അനുഭവങ്ങളാണ് MBS കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഏതു മതത്തിനായിരുന്നാലും ശരി, ആരാധനാ സ്വാതന്ത്ര്യമോ വിശ്വാസ സ്വാതന്ത്ര്യമോ അവിശ്വാസ സ്വാതന്ത്ര്യമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ ഇല്ലാതിരുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ മതകേന്ദ്രങ്ങളായ മക്ക, മദീന പ്രദേശങ്ങളിലേക്ക് അമുസ്ലിങ്ങൾ പ്രവേശിക്കരുത് എന്ന നാണം കെട്ട ബോർഡെടുത്ത് വലിച്ചെറിഞ്ഞു മാനവികമായി ചിന്തിക്കാൻ ആ രാജ്യത്തെ പ്രേരിപ്പിച്ച നേതാവ്. അന്യമതക്കാരൊക്കെ നജസ്സുകളാണ്, മാലിന്യങ്ങളാണ്, അവരെ ഉറ്റമിത്രങ്ങളാക്കരുത്, അവരുടെ സാക്ഷിത്വം സ്വീകരിക്കരുത്, ഉലൈക അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞു ഖുർആൻ. അവര് കാഫിറുകളാണ്, അവർ ബഹുദൈവാരാധകരാണ്, നരകത്തിന്റെ വിറകുകൊള്ളികളാണ്. അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു ജനസമൂഹത്തെ ഇത് മാനുഷിക വിരുദ്ധമാണ്, ഇതിനകത്തു മാനവികതയില്ല എന്ന് വിളിച്ചു പറഞ്ഞ ഒരു രാഷ്ട്ര നേതാവ്. ജൂതന്മാരുമായി കരാറുകളിൽ ഏർപ്പെടുന്നു. നിങ്ങളുടെ 6-ാം നൂറ്റാണ്ടിന്റെ ഉള്ള പുസ്തകമുണ്ടല്ലോ, അങ്ങ് വെച്ചോ, അതിവിടെ എടുക്കണ്ട, ഞങ്ങൾ മനുഷ്യർക്കുള്ള നിയമങ്ങളാണിത് എന്ന് പ്രഖ്യാപിച്ചു. ജൂത ഹിന്ദു ഭൂരിപക്ഷ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങൾ ശക്തമാക്കി, വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കി, സൗഹൃദ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും സാഹോദര്യങ്ങളും ഊട്ടി ഉറപ്പിച്ചു. ഭൗതിക സുഖ സൗകര്യങ്ങളുടെയും രാഷ്ട്ര സുരക്ഷയുടെയും കാര്യത്തിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായി സൗദി അറേബ്യ മാറി. ഈ മാറ്റം ലോകവ്യാപകമായ ഗുണങ്ങൾ ഉണ്ടാക്കും എന്നത് എല്ലാവർക്കും തർക്കമില്ലാതെ അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. സൗദി അറേബ്യക്കാരിയായ ഒരു പെൺകുട്ടി പർദ്ദ വലിച്ചെറിഞ്ഞ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നു. വിമാനം കയറി തന്റെ മലയാളിയായ കാമുകനെ തേടി കേരളത്തിലെത്തി വിവാഹം ചെയ്ത് സ്വതന്ത്രമായി കേരളത്തിൽ താമസിക്കുന്നു യൂട്യൂബറായിട്ട്. കണ്ടില്ലേ നമ്മൾ, അത്ര വരെ സ്വാതന്ത്ര്യം ആ രാജ്യം നൽകി കഴിഞ്ഞു. ലോകത്തെ ഒട്ടുമിക്ക പ്രബലമായ രാഷ്ട്രീയ വൻശക്തികളുമായും സുദൃഢമായ നയതന്ത്ര ബന്ധം സാധ്യമാക്കി. രാജ്യത്തെ പ്രാകൃതമായ രീതികളും നിയമങ്ങളും ശിക്ഷാരീതികളും ഒക്കെ ഒന്നൊന്നായി കൈയൊഴിഞ്ഞ് ജനങ്ങളെ പുരോഗതിയിലേക്ക് കുതിപ്പിച്ചു കൊണ്ടിരിക്കുന്നു MBS അതിവേഗത്തിൽ. 5 കൊല്ലത്തിനകം തന്നെ ഈ പ്രാകൃതമായ രാഷ്ട്രത്തെ യൂറോപ്പിന് തുല്യമാക്കും എന്ന് സധൈര്യം പബ്ലിക്കായി പ്രഖ്യാപിച്ച മാനവരിൽ മനോഹരന്റെ മാതൃകയല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച മനുഷ്യൻ. അതാ സമാധാനത്തിനുള്ള നോബൽ സമ്മാനമൊക്കെ കിട്ടേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ സമാധാനവും സഹിഷ്ണുതയും ഒക്കെ എന്താണെന്നും ആ പ്രാകൃതമായ ഗോത്ര നിയമങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് എന്ത് പ്രസക്തിയാണ് ഈ രാജ്യത്തിനുള്ളതെന്നും കാണിച്ചു കൊടുത്ത സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. അദ്ദേഹത്തെ ലോകം മുഴുവനും എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹത്തെ ഒരു പുരോഗമനത്തിന്റെ, ഒരു പുരോഗതിയുടെ, നവോത്ഥാനത്തിന്റെ, വളർച്ചയുടെ നേതാവായി കാണുന്നത് എന്തുകൊണ്ടാണ്? അതെ, അദ്ദേഹത്തിന് പലപ്പോഴും ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ, പ്രാകൃതമായ ഗോത്ര നിയമങ്ങളെ മാറ്റി രാജ്യത്തെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ആ രൂപത്തിലാണ് പെണ്ണിന് ഡ്രൈവിംഗ് ലൈസൻസ്, ഫാഷൻ ഷോ, ഇഷ്ടം പോലെ പഠിക്കാം, ഇഷ്ടമുള്ള മേഖലകൾ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കാം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം, താമസിക്കാം, എല്ലാ സൗകര്യങ്ങളും. കാരണം ഒരു പുരുഷനെ പോലെ തന്നെ ഒരു സ്ത്രീയും സ്വതന്ത്ര വ്യക്തിയാണ്.
അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അതിനെ മാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന യാഥാർത്ഥ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നമ്മുടെ നാടോ എവിടെ എത്തി നിൽക്കുന്നു? എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ നാട്? ഇസ്ലാം മത രാഷ്ട്രവാദത്തെ എതിർക്കണം. ഹിന്ദു രാഷ്ട്രവാദത്തെ എതിർക്കുന്നത് പോലെ, ഭൂരിപക്ഷ രാഷ്ട്രവാദത്തെ എതിർക്കുന്നത് പോലെ തന്നെ ന്യൂനപക്ഷ രാഷ്ട്രവാദത്തെയും എതിർക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ശൈലജ ടീച്ചർ അനുഭവിച്ചത് എന്താ? സൈബർ ബുള്ളിങ്. എന്താ ഏറ്റത്? നമ്മുടെ നാട് അങ്ങനെയാ. അതായത് ഇപ്പോ ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരതിന് നിൽക്കത്തില്ല. അവർക്ക് വേണ്ടത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. എന്തായിരുന്നാലും ശൈലജ ടീച്ചറെ നല്ല രൂപത്തിൽ തേച്ചൊട്ടിക്കുന്നുണ്ട് നമ്മുടെ പുലിയാർ കാസിം. നോക്കാം. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മുൻ മന്ത്രിയായിരുന്ന ആള് തന്നെ പറഞ്ഞു കേട്ടില്ലേ, ഇവരൊക്കെ നടത്തുന്ന RSSകാരുടെ ഫാസിസ്റ്റുകളുടെ കള്ളപ്രചരണം എടുത്തു പയറ്റാൻ ഒരു മടിയില്ലല്ലോ. ബഹുമാനത്തോടെ പലരും കണ്ടിരുന്ന ഒരു ടീച്ചർ പറഞ്ഞു കേട്ടില്ലേ, RSSകാരെ ഹിന്ദു രാഷ്ട്രത്തിന്റെ പേരിൽ ഞങ്ങൾ എതിർക്കും, അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ മറുവശത്ത് ഞങ്ങൾ എതിർക്കുന്നു. എന്തിനാണ് ഇത് പറയണേ? ഇതെന്തിനാ? ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കുഞ്ഞുണ്ടോ, ഒരാളുണ്ടോ, ഒരു സംഘടന ഉണ്ടോ, ഒരു വ്യക്തിയുണ്ടോ? ഇത് ഇവര് സ്ഥിരം പറഞ്ഞോണ്ടിരിക്കുക. എന്തിനാ? RSSകാർ പറയുന്നത് പാവം കേട്ടോ, ഇസ്ലാമിക രാഷ്ട്രവാദം ഉന്നയിച്ചിട്ടില്ല ഇതുവരെ ആരും. ഒരു വ്യക്തിയാകട്ടെ ഒരു സംഘടനയാകട്ടെ ആരും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല എന്ന് കണ്ടില്ലേ? ഇങ്ങനെയാണ് ഒരു നുണ 1000 വട്ടം പറഞ്ഞിവര് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത്. ഹിന്ദു രാഷ്ട്രം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് മുസ്ലിമുകൾ ജനസംഖ്യയിൽ വളർന്നു വന്ന് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ അപ്പുറത്ത് ശ്രമിക്കുന്നതിനെ തടയാൻ വേണ്ടിയാണ്. അപ്പൊ പിന്നെ മുസ്ലിമുകൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇസ്ലാമിക രാഷ്ട്രം ഇവിടെ ഉണ്ടാക്കാൻ വന്ന് ഒരു കുഞ്ഞും സ്വതന്ത്ര ഇന്ത്യയിൽ പറഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞോണ്ടോ? ഒരു പ്രസ്താവന ഉണ്ടോ? മൗദൂദിയുടെ ലക്ഷ്യം തന്നെ എന്താണ്? ജനാധിപത്യ വിരുദ്ധത. നമുക്ക് ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റണം എന്ന ആശയമായിരുന്നു. സമത്വത്തിനെതിരെ, മതേതരത്വത്തിനെതിരെ. അവർക്ക് വേണ്ടത് ഇസ്ലാം മത രാജ്യമായിരുന്നു. നമ്മൾ ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചില്ലേ അവര്? മുസ്ലിം ലീഗിന്റെ ആശയം അതല്ലേ? പോപ്പുലർ ഫ്രണ്ടുകാരും SDPIക്കാരും പറഞ്ഞു നടന്നത് എന്താ? 2047 ഈ ഇന്ത്യ ഭരിക്കുന്നത് നമ്മളായിരിക്കും, ഇസ്ലാം മത രാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റുമെന്ന് പറഞ്ഞില്ലേ? ആരും പറഞ്ഞിട്ടുമില്ല. നമ്മുടെ പുലിയാർ സാഹിബ് അത് കേട്ടിട്ടുമില്ല. ണ്ടോ? ഒരു വരിയുണ്ടോ? ഒരു പ്രസംഗമുണ്ടോ? ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കും, ഫാസിസത്തെ ചെറുക്കുന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് നിന്നിട്ടും നമ്മളെ ഭരിക്കുന്നവരൊക്കെ, അതുപോലെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന പല ആളുകളും മുസ്ലിമുകൾ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുകയാണ്. കള്ളപ്രചാരണം, ഫിർഔന്റെ പ്രചരണമാണത്. ആ പ്രചാരണത്തെ നമ്മൾ തിരിച്ചറിയണം. അവരോട് പറയണം. ഒരുത്തനും ചോദിക്കുന്നില്ല ഈ സമുദായത്തിന്റെ ആളുകളാണെന്ന് പറയുന്നവർ ആരാണ് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ഇവിടെ പോകുന്നത്? യഥാർത്ഥ ഹിന്ദു രാഷ്ട്രം കൃത്യമായ നിലയിൽ ഉണ്ടാക്കി എല്ലാ അപകടങ്ങളും സൃഷ്ടിച്ച് കൺമുമ്പിൽ നിൽക്കുന്ന ഹിന്ദു രാഷ്ട്രത്തെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ ഇല്ലാത്ത ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ അപ്പുറത്ത് പോകുന്നു കൂടി മറുവശത്ത് പറഞ്ഞിട്ട് രണ്ടുപേരെ ഒറ്റ ത്രാസി വെക്കണം, എന്നിട്ട് കൂട്ടണം. എന്തിനാണത്? RSSനെ വെളുപ്പിക്കാൻ, RSSന്റെ കൊള്ളരുതായ്കളെ ന്യായീകരിക്കാൻ. ഒരു മുൻ മന്ത്രിയായിരുന്ന ഒരു ടീച്ചർ ഇന്നലെ നടത്തിയ പ്രസ്താവനയാണ് നിയമസഭയെ തന്നെ പ്രസംഗിച്ചിരിക്കുക. ഇത്തരം അസംബന്ധങ്ങൾ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ആരും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇവിടെ ആർക്കും ഇസ്ലാമിക രാഷ്ട്രം വേണ്ടേ? എന്നിട്ടും ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കാൻ വേണ്ടി സന്നദ്ധമായി പാർലമെന്റിൽ പോലും ഉയർന്ന മുദ്രാവാക്യത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ഇസ്ലാമിക രാഷ്ട്രം, ഇല്ലാത്ത ഇസ്ലാമിക രാഷ്ട്രത്തെ ചേർത്ത് വെക്കുന്നത് ഫാസിസ്റ്റുകളല്ല, മതേതരന്മാരാണെന്ന് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാണുന്നവരിൽപ്പെട്ട പല ഉന്നത നേതാക്കളുമാണെന്നുള്ളത് വേദനാജനകമാണെന്ന് ഈ സന്ദർഭത്തിൽ അറിയണം. നാം ഇപ്പോൾ എത്തി നിൽക്കുന്ന സമയം, മാസം, ഇതൊക്കെ നമുക്ക് സുപരിചിതമാണ്. മുഹറമാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് ഞാൻ മുഹറമിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭക്തും വിലായത്തും ഒക്കെ നിക്ഷേപിച്ചത്. അപ്പൊ മനുഷ്യരുടെ ഗുണം, അവരുടെ മാനസിക യോഗ്യത, മാനസിക ധർമ്മം, ദുആകളിലായി ധ്യാനനിമഗ്നരായി പടച്ചവനിലേക്ക് ഹൃദയം സമർപ്പിച്ച്. അതായത് ഇസ്ലാമിക രാഷ്ട്രവാദം ഒരാളും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല, ഒരു സംഘടനയും ഇതുവരെ അത് പറഞ്ഞിട്ടില്ല എന്ന് പറയണമെങ്കിൽ അപാരമായ തൊലിക്കെട്ടി അനിവാര്യമാണ് കേട്ടോ. 2 ഇസ്ലാമിക സംഘടനകൾ കേരളത്തിന്റെ ഭരണം അവരെ ഏൽപ്പിക്കുന്നതിനു വേണ്ടി അവരുടെ തീവ്രവാദത്തെയും ഭീകരതയെയും വെള്ളപൂശിക്കൊണ്ട് നടന്ന കേരള മാധ്യമങ്ങളെയും
കേരളത്തിലെ സംഘടനകളുടെയും നമുക്കറിയാം. ഇസ്ലാമിക സംഘടനകൾ എന്ന പേരിൽ ഇവർ ഈ രാജ്യത്തെ തുരങ്കം വെക്കുകയാണ് എന്ന് മനസ്സിലാക്കി തന്നെയല്ലേ ഈ സംഘടനകൾ ബാൻ ചെയ്യപ്പെട്ടത്. അന്യമതസ്ഥരെ കണ്ടാൽ കണ്ടെത്തിയെടുത്ത് വെച്ചു പിരടിക്കു വെട്ടിക്കൊല്ലണമെന്നുമൊക്കെയുള്ള ശരീഅത്ത് നിയമം ഈ കേരളക്കരയിൽ നടപ്പിലാക്കാനല്ലേ അവര് ശ്രമിച്ചത്. എന്തിനായിരുന്നു ആ സംഘടനകളെ ബാൻ ചെയ്തത്? കേന്ദ്ര സർക്കാർ ഇസ്ലാമിനെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ ബാധ്യതപ്പെട്ട നമ്മുടെ നാട്ടിലെ ഇടതു വലത് സർക്കാരുകളാണ് മാറി മാറി ഈ കേരളം ഇതുവരെ ഭരിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് യു പിയിലേക്ക് നോക്കേണ്ടി വരുന്നത്. യു പിയിൽ എങ്ങനെയാണ് യോഗി ആദിത്യനാഥ് എന്ത് നിയമമാണ് മുസ്ലിങ്ങൾക്കെതിരെ എടുക്കുന്നത്? അനധികൃതമായി കെട്ടിപ്പൊക്കിയ പള്ളികൾ പൊളിക്കുന്നുണ്ടോ? മദ്രസകളിൽ എന്തിനാണ് ഭാഷകൾ പഠിപ്പിക്കുന്നത്? കുട്ടികളെ നിർബന്ധിപ്പിച്ച് എന്തിനാണ് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നത്? അവര് മതം പഠിച്ചാൽ പോരെ എന്നൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് ചൊറിയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ നാടിന്റെ നീതിന്യായ വ്യവസ്ഥയെ ഒന്നും അംഗീകരിക്കാത്ത ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. ജനാധിപത്യ രീതിയിൽ കേരള ഹൈക്കോടതി പറഞ്ഞു SDPIയും പോപ്പുലർ ഫ്രണ്ടും രണ്ടെണ്ണവും തീവ്രവാദ സംഘടനകളാണ്, ഭീകരവാദികളാണ്. ഇത് രണ്ടും മഹാമാരികളാണ് നമ്മുടെ നാട്ടിലേത്. ഇത് ഇല്ലാതാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ തീവ്രവാദം ലോകം മുഴുവനും പടർന്നു പിടിക്കുകയാണെന്നും അവരെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ ധർമ്മമാണെന്നും ഉറക്കെ പറയാൻ ചങ്കൂറ്റം കാണിച്ചത് ഇസ്രായേൽ മാത്രമാണ്. പോളണ്ട് ഒരുപാട് ആളുകളെ ഞങ്ങൾ സ്വീകരിച്ചു, ഒറ്റ മുറിയനെ പോലും സ്വീകരിച്ചില്ല അഭയാർത്ഥികളായിട്ട്. കാരണം അവരുടെ തനി നിറം ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ്. മനസ്സിലായ? അപ്പൊ ഇസ്രായേൽ പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കൽ ഞങ്ങളുടെ മാത്രം ദൗത്യമല്ല, ഞങ്ങളുടെ മാത്രം ബാധ്യതയുമല്ല, ഞങ്ങളുടെ മാത്രം ആവശ്യവുമല്ല, ലോക സമാധാനത്തിന് അനിവാര്യമാണെന്നാ പറഞ്ഞു. അതുകൊണ്ടാണ് യഹൂദന്മാരെ ലോകം മിടുക്കന്മാരാണ് എന്ന് പറയാൻ കാരണം. ശരീഅത്ത് നിയമമല്ല ആഗോള തലത്തിൽ വരേണ്ടത്, മാനുഷിക നിയമമാണ്. ഇത്തരം തീവ്രവാദ ചിന്താഗതികളെ മുളയിലെ നുള്ളിക്കളയേണ്ടതുണ്ട്. ഇസ്ലാമിക തീവ്രവാദം ഇന്ന് ആഗോള തലത്തിൽ തന്നെ വളർന്നു പടർന്നു പന്തലിച്ച് ലോകത്തെ മുഴുവനും കാർന്നു തിന്നുന്ന ക്യാൻസറായി വളർന്നു വരുമ്പോൾ അതിനെ തടയിടേണ്ടത് ഇവിടത്തെ ജനാധിപത്യ വിശ്വാസികളാണ്. ഇത്തരം ഭീകരതയെ വളരാൻ വിടാതെ അതിനെ മുളയിലെ നുള്ളേണ്ടത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തന്നെയാണ്. UN കൗൺസിലിന് പോലും സാധിക്കില്ല എന്ന് നമുക്കറിയാം. അതിതീവ്രമായ ഇസ്ലാമിക വളർച്ച ഇപ്പോഴും ഇവര് പറയുന്നു ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുവാണെന്ന്. അതിനെ അപകടത്തോടുകൂടി ഭയത്തോടുകൂടി കാണുന്ന കുറച്ച് മാനവികരുണ്ട് ഇവിടെ. നിയമപരമായി നിരോധിക്കണം ഈ പ്രസ്ഥാനം, അതുകൊണ്ടാണ് നിയമപരമായി തന്നെ നിരോധിച്ചത്. അപ്പോ കോടതി ആരായി? ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനം എവിടെ നിൽക്കുന്നു? ഒരു പ്രസ്ഥാനം നിരോധിക്കുമ്പോൾ അതിന് പകരം ഇവയുടെ കുറച്ച് ബ്രാഞ്ചുകളായിട്ടുള്ള അനേകം സംഘടനകൾ, കാരണം ഫാക്ടറി ഇവരുടെ കയ്യിലാണല്ലോ. ഈ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇവിടെ നിയമം വേണം. എന്നാൽ മാത്രമേ ഈ അടിക്കടി വളർന്നു വരുന്ന പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും ഒക്കെ നിയന്ത്രിക്കാൻ സാധിക്കൂ. മദ്രസകളിൽ ആരാണ് പഠിപ്പിക്കുന്നത്, എന്താണ് പഠിപ്പിക്കുന്നത്? ടീച്ചിങ് മാനുവൽ നമ്മൾ കാണട്ടെ. ഈ കുട്ടികളെ ഇവരെ അന്യമത വിരോധം പഠിപ്പിച്ച് രാജ്യവിരുദ്ധതകൾ പഠിപ്പിച്ച് പുറത്തിറക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഇവര് ഭീഷണിയായി മാറുവാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഈ നിയമം കൊണ്ടുവന്നാലും ശരി, കേരളത്തിലെ മതേതര സർക്കാർ ഇസ്ലാമിന് പ്രഹരമേൽപ്പിക്കുന്ന, അവരുടെ മതവികാരത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഒന്നും ചെയ്യില്ല. അത് നമുക്കും അറിയാം. ആഗോള തലത്തിൽ ഇസ്ലാം അത്രമാത്രം ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ ആ പട്ടിയെ അടിച്ചു കൊല്ലണം, അതല്ലെങ്കിൽ പൂട്ടിയിടണം, ചികിത്സിക്കണം. ഇത് ആ പട്ടിയെ പേടിച്ച് ജനങ്ങൾ മുഴുവനും പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു ഇതുവരെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. പക്ഷെ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തതോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായി നട്ടലുള്ള സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ തീവ്രവാദം ഈ രാജ്യത്ത് വളർത്താൻ എന്തായിരുന്നാലും നരേന്ദ്രമോദി ഭരിക്കുന്നിടത്തോളം അനുവദിക്കില്ല എന്ന് ഏതാണ്ട് മനസ്സിലായി. അപ്പോഴും ദൈവിക പദ്ധതിയെ തടയാൻ നരേന്ദ്രമോദി ആരാണ് എന്ന് ചോദിച്ചൊരു വിഭാഗം ആളുകൾ അവിടെയും എത്തി.
ഒരു കോടതിക്കും കഴിയില്ല ഞങ്ങൾക്കൊരു പോറലേൽപ്പിക്കാൻ. അതിനുള്ള കരുത്തൊന്നും ജനാധിപത്യ ഭരണരീതിക്ക് ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു മുദ്രാവാക്യങ്ങളും ധർണകളും. കാരണം നിയമ സംവിധാനങ്ങൾ, കോടതികൾ, ഭരണകൂടങ്ങൾ ഇതെല്ലാം എന്റെ പടച്ചോനാണ് നിയന്ത്രിക്കുന്നതെന്നും പേനയെടുത്ത് എഴുതാൻ തീരുമാനിക്കുമ്പോൾ അമിത്ഷായുടെ തലച്ചോറിലേക്ക് പൗരത്വ നിയമം വേണ്ട എന്ന സന്ദേശം കൊടുക്കാൻ എന്റെ അള്ളാഹു കഴിവുള്ളവനാണെന്നുമായിരുന്നു നമ്മുടെ നാട്ടിലെ മതപുരോഹിതർ ഇവിടെ പ്രസംഗിച്ച് നടന്നിരുന്നത്. അതായത് ഭരണഘടനയാണെങ്കിലും ശരി, നിയമ സംവിധാനങ്ങളെ ആണെങ്കിലും ശരി, ഞങ്ങൾക്ക് എതിർക്കാൻ സാധിക്കുമെന്ന് ഒരു വിഭാഗം ആളുകൾ തെളിയിക്കുന്നു.